റിപ്പോർട്ടറിന്റെ പവലിയന്റെ ഉദ്ഘാടനം ഇതാ നമ്മൾ നിർവഹിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടറിന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയം ഇനി നമ്മൾ ഇവിടെ നിന്നാണ് കവറേജ്. സ്വാഗതം മിനിസ്റ്റർ. നമുക്ക് മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പവലിയനിൽ ഇനിയിപ്പോൾ കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോവാണ്. ഏറ്റവും നല്ല കാര്യം, കൂടുതൽ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. അതായത് നമ്മൾ ഈ ഒരു കലാപൂരം അത് എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. തിരുവനന്തപുരം മുഴുവൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ക്രൗഡാവുമോ? ക്രൗഡ് സാധാരണ പകൽ വളരെ കുറവാണ്, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. രാവിലത്തെ ഉദ്ഘാടന സമ്മേളനം തന്നെ ഈ അടുത്ത കാലത്ത് തലസ്ഥാന നഗരി വീക്ഷിച്ചിട്ടുള്ളതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട, അച്ചടക്കമുള്ള, നിലവാരമുള്ള, ആവേശം തോന്നുന്ന, മതിപ്പ് തോന്നുന്ന സമ്മേളനമായിരുന്നു. അപ്പോൾ ശരിക്കും ഇത്തവണത്തെ കലോത്സവം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ അതിൻ്റെയൊക്കെ മോളിൽ പോകുന്ന ഉറപ്പാണ്. കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും അതെ. കഴിഞ്ഞ വർഷത്തെ മോശമാണെന്ന് പറയാൻ പറ്റില്ല, പിന്നെ അതിൻ്റെ മുന്നത്തെ വർഷത്തെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. കോഴിക്കോട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാണികളെ സംബന്ധിച്ചിടത്തോളം. കൊല്ലത്തെ വേറൊരു രീതിയായിരുന്നു. തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ സ്ഥിരമായി പരിപാടികളാണല്ലോ. വലിയ മെഗാ സ്റ്റാർസിൻ്റെയും പിന്നെയൊക്കെ ഡാൻസും പാട്ടും അങ്ങനെ വിവിധ കലാപരിപാടികൾ സ്ഥിരമായി ഉണ്ടാകുന്ന നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ ട്രിവാൻഡ്രത്ത് രാവിലെ ആൾക്കാരെ കിട്ടുന്ന കാര്യം വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഒരു സർക്കാർ ഓറിയൻറ്റഡ് മാസമാണല്ലോ ഉള്ളത്. അതേസമയം ഞാൻ കോഴിക്കോട് കണ്ടത് രാവിലെ 8 മണിക്ക് തന്നെ സകുടുംബം ചോറും ഭക്ഷണപ്പൊതിയൊക്കെ ആയിട്ട് കുടുംബത്തോടെ പിള്ളേരും കുട്ടികളും ഒക്കെ ആയിട്ട് ഇനി പോരുകയാണ്. കണ്ണൂരും കോഴിക്കോടും ഇന്നിപ്പം മാറ്റമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപാട് ആളുകൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ മാറ്റമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്.